വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി. കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞത്. ഈ മാസം 15 വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. നേരത്തെ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിൽ പോയതായി സൂചന ലഭിച്ചിരുന്നു. ഏറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷമായിരുന്നു പോലീസ് കേസെടുത്തത് എന്നുള്ള പരാതി പോലും നിലനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. NM വിജയന്റെ ആത്മഹത്യയിൽ ഒരു ഒത്തുതീർപ്പ് ധാരണയിലെത്താൻ ആദ്യം കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത വിധം കുടുംബം മുന്നോട്ട് പോയതിന്റെ പശ്ചാത്തലത്തിലും NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ആരോപണ വിധേയരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടതിനാലുമാണ് കൃത്യമായ പ്രതികളിലേക്ക് തന്നെ പോയത്. പക്ഷേ തുടർന്നും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. അതിനിടയിലാണ് പ്രതി ചേർക്കപ്പെട്ടത് 3 നേതാക്കൾ, IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള 3 നേതാക്കൾ. പക്ഷേ 3 പേരും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഒരു സമയം അടക്കമുള്ളത് ലക്ഷ്യമാക്കിയായിരുന്നു പോലീസിന്റെ പിടിയിലാകാതെ ഇവർ മാറി നിന്നത് എന്ന് തന്നെയാണ് അനുമാനം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഈ മാസം 15 വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ PS ചേരുന്നു. അർജുൻ, ലഭ്യമാകുന്ന വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും 15 ദിവസത്തേക്ക് ഇനി അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇത് വാക്കാലുള്ള നിർദ്ദേശമാണ്. എന്തിനാ തന്നെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ വയനാട്ടിൽ അരങ്ങേറിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് പോലീസ് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുക്കുന്നത്. ഇവർക്കെതിരെ കേസെടുക്കുകയും ഇവരെ പ്രതികളായി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചൻ അടക്കമുള്ളവർ ഇവിടെ നിന്നും വയനാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഒളിവിൽ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അവരെ ഫോണിൽ വിളിക്കുമ്പോഴൊന്നും കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഫോണിൽ അവരെ ലഭ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷമാണ് പിന്നീട് ഇവർ പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഇവർ പിന്നീട് തിരുവനന്തപുരത്ത് IC ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ 3 നേതാക്കളും ഇവിടെ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് പിന്നീട് മുൻകൂർ ജാമ്യത്തിലുള്ള ഒരു കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഇന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു 15 ദിവസത്തേക്ക് എന്തിനാ തന്നെയും ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോടതി വാക്കാൽ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസം, അല്ലെങ്കിൽ IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസം ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനിടയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് ഇനി നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കും ഇനി നടപടി ഉണ്ടാവുക എന്നുള്ളത് കൂടി ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ തന്നെ CPM അടക്കമുള്ള അല്ലെങ്കിൽ BJP അടക്കമുള്ള പാർട്ടികൾ പറയുന്നത്. തിങ്കളാഴ്ച CPMന്റെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്, മാത്രമല്ല BJPയുടെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തിക്കൊണ്ട് MLAയുടെ രാജി അല്ലാതെ മറ്റൊന്നും ഇതിന് പോംവഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടികൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും MLA രാജിവെക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് MLA രാജിവെക്കുക, മാത്രമല്ല MLA എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക, ഈ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അല്ല എങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ അർബൻ ബാങ്കിലും അതുപോലെ തന്നെ കാർഷിക ബാങ്കിലും അടക്കമുള്ള ഇത്തരത്തിലുള്ള അനധികൃത നിയമനത്തെ പറ്റിയുമുള്ള ഒരു ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ അടക്കം പോലീസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ഒരു കേസ് പോലീസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. KPCC നേതൃത്വത്തിനടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഈ കത്ത് എഴുതിയപ്പോൾ തന്നെ, ഈ കത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ KPCC പ്രസിഡന്റിനടക്കം ഈ കത്ത് നൽകിയെങ്കിലും അത് വായിച്ചു നോക്കിയില്ല, വീട്ടിലാണ് ഉള്ളത് എന്നുള്ളത് അടക്കമുള്ള പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിതെറ്റിയിരുന്നു. രമേശ് ചെന്നിത്തലയുടെ അടക്കം പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിതെളിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടിരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്ന ഈ സമയത്താണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും 15 ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം പോലീസിന് കോടതി നൽകുന്നത്. മാത്രമല്ല ഈ ഒരു കേസ് സംബന്ധിച്ചിടത്തോളം
ഈ കേസ് സംബന്ധിച്ച കേസ് ഡയറി എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി കോടതി പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അർജുൻ, NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. 15 ദിവസത്തേക്കാണ് അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.